എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു വീഡിയോ ഇടുന്നതാണ്. ഞാൻ ചാമ്പയ്ക്ക കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാമ്പയ്ക്ക ഞങ്ങളിവിടെ ചാമ്പയ്ക്ക എന്നാണ് പറയുക. അത് ഇതേപോലത്തെ ചാമ്പയ്ക്കയാണ്, വളരെ ചെറുതും ലൈറ്റ് റോസ് കളറുള്ള ചാമ്പയ്ക്കയാണ്. അത് നമ്മൾ ഇത്ര ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 10-25 ചാമ്പയ്ക്ക ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് നല്ലപോലെ വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ഞാനായിട്ടൊരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ടൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചാമ്പയ്ക്കും, പിന്നെ നമുക്ക് അതിലോട്ട് പച്ചമുളകും ചെറിയ ഉള്ളി ഒരു 10ഓളം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലോണം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതിലിട്ടിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെരുകിയത്, ഒരു അരമുറിയോളം തേങ്ങ അതിൽ നമ്മൾ ചെരുകിയത് അതിൽ തന്നെ ചേർത്തുകൊണ്ട് നമുക്കിവിടെ തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിലിട്ട് പച്ചമുളകും ചുവന്നുള്ളി ഉപ്പും ചേർത്തു. ഇനി നമ്മൾ നല്ലപോലെ കൈകൊണ്ട് ഒന്ന് ഞെരടി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ട് നമുക്ക് പിന്നീട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി വേവാനുള്ള വെള്ളം. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്ത്. കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. തവി വെച്ചിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ചൊന്ന് മൂടി വെക്കണം. പിന്നെ തുറന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് നല്ലപോലെ ഒന്ന് എടുത്ത് നോക്കണം. നമ്മൾ അധികം വേവില്ല ചാമ്പയ്ക്കയ്ക്ക്, അപ്പോൾ ഒന്ന് ആവി കയറ്റിയ പോലെ വെന്ത് കിട്ടും. ആദ്യം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഇതിന് മേലെ ഇത്തിരി ഫൈനലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കടുക് വറുത്തിടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്തിടുന്നവർക്ക് ഇടാം. ഞാനിപ്പോൾ വെറുതെ ഇത്തിരി വെളിച്ചെണ്ണ മേലെ തൂവി. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് വേറെ കറികളിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.